ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സിസ്കോയിലേക്ക് സ്വാഗതം. യൂണിറ്റ് 3 വാട്ടർ ആൻഡ് ലൈഫ് നമ്മുടെ ബേസിക് സയൻസിലെ ചാപ്റ്റർ ആണല്ലേ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഒന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞ എല്ലാവരും എന്താണ് നമ്മൾ വാട്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മുടെ ഓരോ ലിവിങ് തിങ്സിനും എത്രത്തോളം വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ വാട്ടറിന് എന്തില്ല, ഒരു ഷേപ്പ് ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ബേസിക്കായിട്ട് വാട്ടറിനെ കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് സിങ്ക് ഓർ ഫ്ലോട്ട്. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുങ്ങുന്നവയല്ലേ. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മുങ്ങാത്തത്. അപ്പം മുങ്ങുന്നതും മുങ്ങാത്തതും സിങ്ക് ഓർ ഫ്ലോട്ട്. ഇനി നോക്കിയേ, ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ? ഈ ഒരു പിക്ചർ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അല്ലേ, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഒക്കെ കടലാസ് തോണിയിട്ട് നമ്മുടെ മുറ്റത്ത് മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം ഉണ്ടെങ്കിലൊക്കെ നമ്മളങ്ങനെ കളിച്ചിട്ടില്ലേ? ഉണ്ടോ? ഒന്ന് ആക്റ്റീവായിട്ട് പറഞ്ഞേ, ഉണ്ടോ? ഓക്കെ അല്ലേ, എല്ലാവരും ഉണ്ട് അല്ലേ. ഓക്കെ, ഡിഡ് യു സീ ദ പേപ്പർ ബോട്ട് ഫ്ലോട്ടിങ് ഇൻ ദ വാട്ടർ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ബോട്ട് മുങ്ങിപ്പോവാതെ നമ്മുടെ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴുകി ഫ്ലോട്ടായിട്ട് പോകുന്നത്? ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പൊങ്ങിക്കിടക്കുന്നത് അല്ലേ. അപ്പം പൊങ്ങിക്കിടക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം? സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ വെള്ളത്തിനേക്കാളും വെയിറ്റ് ഉള്ളതൊക്കെ എന്ത് ചെയ്യും? വെള്ളത്തിൽ മുങ്ങിപ്പോവും. വെള്ളത്തിനേക്കാളും വെയിറ്റ് കുറഞ്ഞതൊക്കെ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ടാൽ എന്ത് ചെയ്യും? ആ കല്ല് വെള്ളത്തിൽ മുങ്ങിപ്പോവില്ലേ. ആ സ്ഥാനത്ത് നമ്മൾ കുറച്ച് ഓയിൽ എടുത്ത് വെള്ളത്തിൻ്റെ മേലെ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അതിങ്ങനെ പൊന്തി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ ബലൂണിന് വെയിറ്റ് കുറവാണ് അല്ലേ. നമ്മൾ ബലൂൺ എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ ബലൂണ് വെള്ളത്തിൻ്റെ അടിയിലോട്ട് താഴ്ന്നു പോവോ? ഇല്ല അല്ലേ. എന്ത് ചെയ്യും? ബലൂണ് വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. മനസ്സിലായോ? അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ? താഴെ കുറച്ച് വസ്തുക്കളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്ന് നിങ്ങൾ പറയണം. ആദ്യം നിങ്ങളോട് ഈ ഒബ്ജക്ട്സ് ഒക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഗസ് ചെയ്യാനാണ് പറയുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഒന്ന് ഗസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോണ്, ബലൂണ്, കോയിൻ, വുഡ് പീസൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയ സാധനങ്ങളാണ് അധികവും. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്താണ് ഇത്? ഫ്ലോട്ട് ചെയ്യോ അല്ലെങ്കിൽ സിങ്ക് ചെയ്യോ എന്നുള്ളത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അത് പരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു കറക്റ്റ് ആൻസർ കിട്ടുമല്ലോ. അത് നിങ്ങളിവിടെ ഫൈൻഡിങ്ങിൽ എഴുതുക. ഫൈൻഡിങ്ങിൽ ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. സിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോസ് മാർക്ക് ഇടുക. ഓക്കെ, ക്ലിയറായി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ. സ്റ്റോണ് എന്താണ്? വെയിറ്റ് ഉള്ളതാണ് അല്ലേ. അത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇല്ല അല്ലേ. എന്താണ്? സ്റ്റോൺ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ കല്ലില്ലേ, വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ കല്ല് എന്താകും? വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകും. അപ്പോൾ അവിടെ എന്താ? ഫ്ലോട്ടിംഗ് ആണോ നടക്കുന്നത്? അല്ല. എന്താണ് നടക്കുന്നത്? സിങ്ക് അല്ലേ. ഫസ്റ്റ് വൺ സിങ്ക്. ദെൻ ബലൂണ് ഫ്ലോട്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. ക്ലിയർ. കോയിന് വെയിറ്റ് ഉണ്ട്, അതും സിങ്ക് ചെയ്യും. ദെൻ നെക്സ്റ്റോ വുഡ് പീസിൻ്റെതാവും നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുക. വുഡിന് നല്ല വെയിറ്റ് അല്ലേ, അപ്പോൾ വുഡ് പീസ് സിങ്ക് അല്ലേ ചെയ്യുക എന്നാവും നിങ്ങൾ കരുതുന്നത്. ഇവിടെ അതല്ല. ഇവിടെ ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ മനസ്സിൽ കരുതുന്ന ആ ഒരു വെയിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല. അതൊക്കെ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാലോചിച്ചാൽ മതി. വുഡ് പീസ് എന്താണ്? ഫ്ലോട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ക്യാംഫർ എന്ന് പറഞ്ഞാൽ എന്താ? കർപ്പൂരം എന്താണ്? ഫ്ലോട്ട് ചെയ്യുകയാണോ ചെയ്യുക? അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു ഗസ്? മിക്കവാറും എല്ലാവരും എന്താണ് ഗസ് ചെയ്യുക? സിങ്ക് ചെയ്യുമെന്നാണോ ഗസ് ചെയ്യുക? എന്താണ് ഗസ് ചെയ്യുക? നിങ്ങളൊന്ന് പറഞ്ഞേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സിങ്ക് ചെയ്യും എന്നാണ് പറയുക എന്നാണ്. ശരിക്കും എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്? കർപ്പൂരം എന്താണ്? ഫ്ലോട്ട് ചെയ്യാണ് ചെയ്യുക. ദെൻ പ്ലാസ്റ്റിക് നമുക്കറിയാം, അത് ഫ്ലോട്ട് ചെയ്യും. നമ്മൾ കവറൊക്കെ വെള്ളത്തിൻ്റെ മേലെ ഇട്ടാലല്ലേ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയേൺ നെയിൽ അതെന്താ സംഭവിക്കുക? നമുക്കറിയാം ഇരുമ്പിൻ്റെതൊക്കെ എന്തായാലും വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അതെന്താവും? സിങ്ക് ആകും.
ദെൻ ലീഫ്, വാക്സ്, ഐസ്. ലീഫ് നമുക്കറിയാം, വാക്സ് മെഴുക് നമുക്കറിയാം, ഐസ് അല്ലേ, ഇവയൊക്കെ എന്താണ്, ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ സിങ്ക് ചെയ്യുന്ന ഏതൊക്കെയാണ്? സ്റ്റോണ്, കോയിൻ, ദെൻ നെക്സ്റ്റ് അയൺ. ഇവർ മാത്രമാണ് എന്താവുന്നത് പറയട്ടെ, കേൾക്കട്ടെ, സിങ്ക് ആവുന്നത്. ഇപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക് ചെയ്യുന്നത് ഒബ്ജക്ട്സ് ഏതൊക്കെ, ഫ്ലോട്ട് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഏതൊക്കെ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓണപരീക്ഷ ആവാനായില്ലേ, ടൈം ടേബിളൊക്കെ വന്നു അല്ലേ, അപ്പോൾ എന്താണ്, ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. വി ഓഫൺ യൂട്ടിലൈസ് ദി എബിലിറ്റി ഓഫ് ഒബ്ജക്ട്സ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. ഡോണ്ട് വി റൈറ്റ് സം എക്സാമ്പിൾസ് ഫോർ സച്ച് സിറ്റുവേഷൻസ്. നമ്മൾ മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫ്ലോട്ടിങ് ഒബ്ജക്ട്സിൻ്റെ ഫ്ലോട്ടിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ, വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവുണ്ടല്ലോ ഒബ്ജക്ട്സിൻ്റെ, അത് മനുഷ്യർ ഒരുപാട് സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, ബോട്ട് അല്ലേ, ബോട്ടുകളും കപ്പലുകളൊക്കെ. അത് നമുക്ക് സാധാരണ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ് ഈ ബോട്ടുകൾ, കപ്പലുകളൊക്കെ എന്നുള്ളത്. അവരെന്താണ്, നമുക്കറിയാം വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. നമ്മൾ മത്സ്യബന്ധനത്തിനും വിനോദത്തിനും അതേപോലെ ഗതാഗതം ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബോട്ടുകളും ഷിപ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലൈഫ് ജാക്കറ്റുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വസ്തു ഉപയോഗിക്കുന്നത് എന്തിനാണ്, വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വെള്ളത്തിലെ സുരക്ഷിതത്വം, നമുക്കൊരു സുരക്ഷിതത്വം കിട്ടാനല്ലേ, വെള്ളത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ വിനോദസഞ്ചാരത്തിനൊക്കെ പോയാലല്ലേ, ബോട്ടിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടല്ലേ ഇറങ്ങുന്നത്. കാരണം വെള്ളത്തിലേക്ക് അഥവാ നമ്മളെങ്ങാനും വീണ് പോയാൽ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ റാഫ്റ്റിംഗ്, അത് നമ്മൾ ചെങ്ങാടങ്ങളൊക്കെ നമ്മൾ വിനോദസഞ്ചാരത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ. സോലുബിൾ എന്ന് പറഞ്ഞാൽ ലയിച്ച് ചേരുന്നത്, വാട്ടറിൽ അലിഞ്ഞ് ചേരുന്നത്, ലയിക്കുന്നത്. പിന്നെയോ ഇൻസോലുബിൾ എന്ന് പറഞ്ഞാൽ ലയിക്കാത്തത്, നമ്മൾ സിമ്പിളായിട്ട് പറയാം അലിഞ്ഞ് ചേരാത്തത്. വെള്ളത്തിൽ നമ്മളത് ഇട്ടാൽ അത് അലിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് ഇൻസോലുബിൾ ആണെന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പിക്ചർ നോക്കി. ഇനി ബ്രദർ, can you make some lemon juice for me? It's simple. Squeeze a lemon into water and some sugar and mix. Lemon juice is ready. മാഡത്തിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ അറിയോ? ആർക്കതിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ അറിയാത്തത്? ഇപ്പം നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അമ്മമാരോ ഉമ്മമാരൊക്കെ എന്ത് ചെയ്യും, വേഗം കിച്ചണിലേക്ക് ഓടിയിട്ട് എന്ത് ചെയ്യും, വേഗം നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ബൗളിലേക്ക് എന്ത് ചെയ്യും, നാരങ്ങ പിഴിയും, കുറച്ച് പഞ്ചസാര ഇടും, പിന്നെ അതിൽ വെള്ളം പാർന്നിട്ട് എന്ത് ചെയ്യും, വെള്ളം ഒഴിച്ച് കൊണ്ട് എന്ത് ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്യൂലേ. അപ്പം നമ്മൾ അതിൽ പിന്നെ നമ്മൾ നോക്കിയാൽ പഞ്ചസാര വേറിട്ട് കാണുന്നുണ്ടോ, ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ടോ? ഇല്ലല്ലേ. അവർക്ക് എന്ത് ചെയ്യും, മൊത്തമായിട്ട് മിക്സായിട്ട് നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയാകും. അപ്പോൾ മാഡത്തിൻ്റെ കുട്ടികൾ അറിയാത്തവരായാലും അറിയുന്നവരായാലും ജസ്റ്റ് കിച്ചണിൽ പോവുക, നിങ്ങളുടെ മദറിൻ്റെ അടുത്തൊന്ന് ഹെൽപ്പ് ചോദിക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, വേർ ഡിഡ് ദ ഷുഗർ ഗോ. അപ്പം ആ പെൺകുട്ടി ചോദിക്കുക, ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുക, എവിടേക്കാണ് ഷുഗർ പോയത്? നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഷുഗർ ഇട്ടണല്ലോ, ആ ഷുഗർ എവിടേക്കാണ് പോയത്? അപ്പോൾ ബ്രദർ എന്താ പറഞ്ഞു കൊടുക്കുന്നത്, ഇറ്റ് കനോട്ട് ബി സീൻ, ദ ഷുഗർ ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ആ ഇട്ട ഷുഗർ നമുക്ക് കാണാൻ പറ്റില്ല, അതെന്തായി, അത് ഡിസോൾവായി. ഡിസോൾവ് പറഞ്ഞാൽ അലിഞ്ഞു ചേർന്നു. എന്തിൽ? ആ ഒരു വെള്ളത്തിൽ, ആ ഒരു നാരങ്ങ വെള്ളത്തിൽ എന്തലിഞ്ഞു ചേർന്നു, നമ്മുടെ ഷുഗർ അങ്ങ് അലിഞ്ഞു ചേർന്നു. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ്, ഡു ഓൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ. എല്ലാ സബ്സ്റ്റൻസും വെള്ളത്തിൽ അലിഞ്ഞു ചേരുമോ? എന്താ മക്കളുടെ അഭിപ്രായം? ഒന്ന് ആലോചിച്ച് ഒന്ന് പറഞ്ഞേ. വെള്ളത്തിലെല്ലാവരൊന്നും അലിഞ്ഞു ചേരൂലല്ലേ. ഹൗ ഡു വി ഫൈൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഏതൊക്കെ വസ്തുക്കളാണ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുക, ഏതൊക്കെയാണ് അല്ലാത്തതെന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഷാൾ വി ഡു ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് ദ ഫോളോയിങ് ഐറ്റംസ്. താഴെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട് നമുക്ക്, അത് വെച്ചിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് അങ്ങ് നടത്തി നോക്കിയാലോ. ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്? ഷുഗർ അല്ലേ, പഞ്ചസാര, ദെൻ സോൾട്ട് ഉപ്പ്, പിന്നെയോ വിനെഗർ, നമ്മുടെ വിനാഗിരി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സുർക്ക എന്ന് പറയില്ലേ, പിന്നെയോ
ബേക്കിംഗ് സോഡ അപ്പക്കാരം, ഡിറ്റർജൻറ്റ് നമ്മുടെ സോപ്പും പൊടി, കെറോസിൻ എന്താണ് മണ്ണെണ്ണ, കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ, വാക്സ് എന്ന് പറഞ്ഞാൽ മെഴുക്, ദെൻ ക്യാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം, ദെൻ കോപ്പർ സൾഫേറ്റ് അത് നമ്മൾ കെമിക്കൽ ലാബിലൊക്കെ കാണുന്ന ഒന്നാണ്. പിന്നെയോ പൊട്ടാസ്യം പെർമാംഗനേറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ തന്നിട്ടുള്ളത്, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലാത്തത്, നമ്മുടെ വീടുകളിൽ അവൈലബിൾ അല്ലാത്തത് രണ്ടെണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണ്? കോപ്പർ സൾഫേറ്റും പൊട്ടാസ്യം പെർമാംഗനേറ്റും ആണ് അധികം വീടുകളിലും നമുക്ക് കാണാൻ കഴിയാത്തത്. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയി ഉമ്മയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ ഒന്ന് പറയാം, അമ്മ എനിക്കിതൊന്ന് ചെയ്ത് നോക്കണം എന്ന് പറയാം. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തോളും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വരിക. അപ്പം നമുക്ക് വേർതിരിച്ച് എഴുതി നോക്കാം. എന്തൊക്കെയാണ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? ഷുഗർ, സോൾട്ട്, വിനെഗർ, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ക്യാംഫർ, ഡിറ്റർജൻറ്റ്. ഇവയൊക്കെയാണ് നമ്മൾ വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ളത്. ഇനിയോ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്തത് ഏതൊക്കെയാണ്? വാക്സ്, അപ്പോൾ കോക്കനട്ട് ഓയിൽ, കെറോസിൻ. ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം കേട്ടോ. എക്സാമിന് ഇതൊക്കെ ചോദിക്കാൻ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഏതൊക്കെയാണ് അലിയുന്നത്, ഏതൊക്കെയാണ് അലിഞ്ഞ് ചേരാത്തതെന്ന് മനസ്സിലായോ? ഇനി വാട്ടറിൽ സോലുബിൾ ആയതിൽ തന്നെ, വാട്ടറിൽ സോലുബിൾ ആയതിൽ ഷുഗർ, സോൾട്ടൊക്കെ എന്താണ്? സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ് അല്ലേ? വിനെഗറോ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വയും സോളിഡ് സ്റ്റേറ്റിലുള്ളവയൊക്കെ എന്തിൽ അലിഞ്ഞ് ചേരും? വാട്ടറിൽ അലിഞ്ഞ് ചേരും എന്നുള്ളത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഒക്കെ അറിയൂലേ? മറന്നിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലുള്ളവയും ലിക്വിഡ് സ്റ്റേറ്റിൽ ഉള്ളവയും ഒക്കെ എന്ത് ചെയ്യും? വാട്ടറിൽ അലിഞ്ഞു ചേരും. ക്ലിയർ ആയോ? യു ഹാവ് സീൻ ദർ സം സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഡിസോൾവ് ഇൻ വാട്ടർ. ഡു ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ? ക്യാൻ യു ഗെസ്? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഗ്യാസസ് വാട്ടറിൽ ഡിസോൾവ് ആവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ പിക്ചർ ഒന്ന് നോക്കിയോ? വേർ ഡു ദ ഫിഷസ് ഇൻ ദ അക്വേറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്? എവിടെന്നാ ഈ ഫിഷിന്, അക്വേറിയത്തിലുള്ള ഈ ഫിഷിന് ഓക്സിജൻ ബ്രീത്ത് ചെയ്യാൻ കിട്ടുന്നതെന്ന്? നമുക്കറിയാം. എന്ത്? വാട്ടറിൽ ഗ്യാസസ് ഡിസോൾവ് ചെയ്യുമെന്ന്. കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഓക്സിജനൊക്കെ നന്നായിട്ട് എന്തിൽ ഡിസോൾവ് ആകും? വാട്ടറിൽ ഡിസോൾവ് ആകും. അപ്പോൾ എവിടുന്നാ ഫിഷിന് ഓക്സിജൻ കിട്ടുന്നത്? വാട്ടറിൽ നിന്നല്ലേ? വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ഓക്സിജനാണ് നമ്മുടെ ഫിഷ് ബ്രീത്ത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഹാവ് യു സീൻ ദ ബബിൾസ് കമ്മിങ് ഔട്ട് ഓഫ് ദി സോഡ ബോട്ടിൽ വെൻ യു ഓപ്പൺ ഇറ്റ്? ഹൗ ഈസ് സോഡ വാട്ടർ മെയ്ഡ്? നമ്മൾ സോഡയുടെ കുപ്പി പൊട്ടിക്കുമ്പോഴേ നമ്മൾ ആ കുപ്പിയിൽ നിന്ന് പുറത്തേക്ക് ബബിൾസ് ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എന്ത് വെച്ചിട്ടാണ് ഈ സോഡ വാട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്? സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. അങ്ങനെയാണ് നമ്മൾ സോഡ ഉണ്ടാക്കിയിട്ടുള്ളത്. സോഡ, പെപ്സി, അതുപോലെ തന്നെ 7up അല്ലേ? ഇതൊക്കെ നമ്മൾ KFC ഒക്കെ കഴിക്കുമ്പോൾ 7up ഒക്കെ കുടിക്കാറില്ലേ? അപ്പം നമ്മളത് പൊട്ടിക്കുമ്പോൾ ബബിൾസ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മുടെ മക്കൾക്ക് അറിയാമെന്ന് മാഡത്തിന് അറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതൊക്കെ എനിക്കറിയാം. എന്നാലും ചോദിക്കുകയാണ് അല്ലേ? ബബിൾസ് വരുമ്പോൾ എങ്ങനെയാണ് ബബിൾസ് വരുന്നത്? എന്തുകൊണ്ടാണത്? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മളത് പൊട്ടിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിങ്ങനെ ആ ഒരു കുപ്പി പൊട്ടിക്കുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ റിലീസ് ചെയ്യാണ്. മനസ്സിലായോ? ഒന്ന് കൂടി പറഞ്ഞുതരാം അറിയില്ലെങ്കിൽ. നിങ്ങളുടെ ഉമ്മയോടൊക്കെ ചോദിച്ചു നോക്കണ്ടിട്ടോ, എന്തുകൊണ്ടോ ഉമ്മ ഈ പെപ്സിയൊക്കെ പൊട്ടിക്കുമ്പോൾ പുറത്തേക്ക് ഗ്യാസ് വരുന്നത് എന്ന് ചോദിച്ചു നോക്കണ്ടിട്ടോ. ഇങ്ങനെ ബബിൾസ്, ഗ്യാസ് അല്ല ബബിൾസ് വരുന്നതെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഉമ്മമാർക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അമ്മമാർക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കുക? പറഞ്ഞേ എന്താ പറഞ്ഞു കൊടുക്കുക? നമ്മൾ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ബോട്ടിൽ പൊട്ടിക്കുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അതുകൊണ്ടാണ് ബബിൾസ് വരുന്നത്.
ഇപ്പോൾ ക്ലിയർ ആയോ? Soda water is made by dissolving carbon dioxide gas in water. Okay. The bubbles are caused by the release of carbon dioxide gas when the soda bottle is opened. Clear ആയല്ലോ ആ ഭാഗം? ഓക്കെ. ഇനി what was dissolved when the lemon juice was prepared? ലെമൺ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, നാരങ്ങ വെള്ളം നമ്മൾ തയ്യാറാക്കിയപ്പോൾ എന്തെല്ലാമാണ് ഇങ്ങനെ ലയിച്ച് ചേർന്നത്? ഇനി എന്തിലാണ് ഡിസോൾവ്, എന്തിലാണ് ഇവ ഡിസോൾവ് ചെയ്തത്? നമുക്കറിയാം നാരങ്ങ വെള്ളം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ എന്താണ് ഡിസോൾവ് ആയത്? ഷുഗർ ഡിസോൾവ് ആയില്ലേ? എന്തിലാണ് ഡിസോൾവ് ആയത്? വാട്ടറിൽ ഡിസോൾവ് ആയി. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടേ, എൻ്റെ കൂടെ തന്നെ നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഈസ് കോൾഡ് എ സൊല്യൂട്ട് and the substance in which it dissolves is called solvent. A solution is formed when the solute is dissolved in the solvent. എന്താ ഇപ്പോൾ ഈ പറയുന്നല്ലേ? സൊല്യൂട്ട്, സോൾവെൻറ്റ്, സൊല്യൂഷൻ. ഇതൊക്കെ എന്താണ് അല്ലേ? എന്താ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഏതൊരു വസ്തുവാണ് ലയിച്ച് ചേരുന്ന, അലിഞ്ഞ് ചേരുന്ന ആ ഒരു വസ്തുവിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും. ആ വസ്തു എന്തിലാണോ അലിഞ്ഞ് ചേരുന്നത് അതിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് പറയും. ക്ലിയർ ആണോ? മലയാളത്തിൽ ലീനം, ലായകം എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ്, ആ ഒരു സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യും, അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നു. ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് ഡിസോൾവ്സ്, ആ ഒരു സബ്സ്റ്റൻസ് ഏതിലാണോ ഡിസോൾവ് ചെയ്യുന്നത് അതിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് പറയും. അപ്പോൾ സൊല്യൂട്ടിന് എക്സാമ്പിളാണ് നമ്മുടെ ഷുഗർ, സോൾട്ടൊക്കെ. സോൾവെൻറ്റിൻ്റെ എക്സാമ്പിൾ ആരാണ്? നമ്മുടെ വാട്ടറാണ്. വാട്ടറിലാണ് ഒരു വിധം എല്ലാവരും അലിഞ്ഞു ചേരുന്നത്. അതുകൊണ്ട് വാട്ടറാണ് അധികം സോൾവെൻ്റായിട്ട് വരുന്നത്. മനസ്സിലായോ? ഈ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടിയാണ് നമുക്കൊരു സൊല്യൂഷൻ ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ നാരങ്ങ വെള്ളം തന്നെ എടുക്കാം അല്ലേ? നാരങ്ങ വെള്ളത്തിൽ ആരാണ് സൊല്യൂട്ടായിട്ട് വരിക? നമ്മുടെ ഷുഗർ, അല്ലാതെ വേറെ ആരാല്ലേ? നമ്മുടെ ഷുഗറാണ് സൊല്യൂട്ടായിട്ട് വരിക. പിന്നെയോ അവിടെയുള്ള സോൾവെൻ്റ് ആരാണ്? വാട്ടറാണ്. പിന്നെ ആ സൊല്യൂഷൻ എന്താണ്? വാട്ടറും ഷുഗറൊക്കെ ആയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ്റെ പേരെന്താണ്? നാരങ്ങ വെള്ളം എന്ന്. മനസ്സിലായോ? അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്? സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. എ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ദ സൊല്യൂട്ട്, എപ്പോഴാണോ ഒരു സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെൻറ്റ്, സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നത്, അപ്പോഴാണടാ ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെൻറ്റ്, എന്താണ് സൊല്യൂഷൻ എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി ലിസ്റ്റ് ദി സൊല്യൂഷൻ, ലിസ്റ്റ് ദി സൊല്യൂഷൻ, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദി പ്രീവിയസ് ആക്ടിവിറ്റി. അപ്പോൾ മുന്നേ തന്നിട്ടുള്ള ആക്ടിവിറ്റികളിൽ സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും വേർതിരിച്ച് പറയാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷനിൽ ഷുഗറാണ് സൊല്യൂട്ട്, സോൾവെൻ്റ് ആരാണ്? വാട്ടറാണ്. പിന്നെയോ സോഡയിലോ നമ്മൾ പറഞ്ഞില്ലേ ആരാണ് ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നിൽക്കുന്നത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. അപ്പോൾ സൊല്യൂട്ട് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. സോൾവെൻ്റ് ആരാണ്? വാട്ടറാണ്. ഓക്കെ. ഇനി നമുക്ക് ബേക്കിംഗ് സോഡനെ എടുത്ത് നോക്കിയാലോ. ബേക്കിംഗ് സോഡയാണ് സൊല്യൂട്ടായിട്ട് വരുന്നത്, വാട്ടർ സോൾവെൻ്റ് ആയിട്ടാണ് വരിക. മനസ്സിലായോ? ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു സൊല്യൂഷൻ ആക്കി എടുക്കുകയാണെങ്കിൽ അതിൽ ബേക്കിംഗ് സോഡ എന്തായിട്ട് വരും? സൊല്യൂട്ടായിട്ട് വരും, വാട്ടർ സോൾവെൻ്റ് ആയിട്ട് വരും. ഇനി സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ സോൾട്ട് സൊല്യൂട്ടായിട്ട് വരും, സോൾവെൻ്റ് ആരായിട്ട് വരും? വാട്ടറായിട്ട് വരും. ഇനി നമ്മുടെ ലെമൺ ജ്യൂസിനെ എടുക്കാം. ലെമൺ ജ്യൂസിൽ ആരൊക്കെയാണ് സൊല്യൂട്ടായിട്ട് വരുന്നത്? ലെമണും അതേപോലെ തന്നെ ഷുഗറും വരും. പിന്നെ സോൾവെൻ്റ് ആരാണ്? വാട്ടറാണ്. ക്ലിയർ ആയോ ഈ ഭാഗം? ഓക്കെ. ഫൈൻഡ് മോർ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് എക്സ്പാൻഡ് ദ ടേബിൾ. അപ്പം നമ്മൾ ചെയ്തു. ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദേ സ്റ്റിക്ക്? നമ്മുടെ ഉമ്മമാരൊക്കെ ചക്ക ഉണ്ടാവില്ലേ, ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ. അപ്പോൾ ചക്ക മുറിക്കുമ്പോൾ അല്ലേ നമ്മുടെ കൈമേൽ വളഞ്ഞാവൂലേ? വളഞ്ഞെന്ന് തന്നെയല്ലേ എല്ലാവരുടെ അടുത്തും പറയാം. എനിക്കറിയില്ല എന്താണെന്ന്. ജാക്ക് ഫ്രൂട്ട് ഗം അല്ലേ,
ഈ ജാക്ക് ഫ്രൂട്ട് ഗമ്മ് നമ്മൾ കത്തിയിൽ നൈഫിലും ഇതുപോലെ തന്നെ നമ്മുടെ കൈകളിലൊക്കെ ആവും. പക്ഷെ അത് നമ്മൾ വെള്ളം കൊണ്ട് കഴുകിയാൽ ഉമ്മയുടെ അടുത്തോ അമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അവർ പോയി വെള്ളത്തോണ്ട് കൈ കഴുകിയാൽ അത് പോവില്ല. അവരെന്ത് ചെയ്യും, അത് മുറിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ എടുത്ത് വയ്ക്കും. വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കും. കാരണം ആദ്യം പൊതുവേ വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണ എടുത്ത് വെച്ച് അതാക്കിയാൽ അത് പോവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇനി വൈ കാൺ ദീസ് ബി വാഷ്ഡ് ഓഫ് വിത്ത് വാട്ടർ? എന്തുകൊണ്ടാണ് ഇത് വെള്ളം കൊണ്ട് കഴുകിയാൽ ഈ ജാക്ക് ഫ്രൂട്ട് ഗം പോവാത്തത്? കാരണം എന്താണ്? ജാക്ക് ഫ്രൂട്ട് ഗം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാത്തത് കൊണ്ടല്ലേ. ജാക്ക് ഫ്രൂട്ട് ഗം ഡസൻറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. ദെൻ നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമൂവ് ബോൾ പോയിൻറ്റ് പെൻ ഇങ്ക് ഓൺ ക്ലോത്ത്സ്? ബോൾ പോയിൻറ്റ് പെൻ ഇങ്കൊക്കെ വെച്ചാൽ പെന്നിൻ്റെ മഷിയൊക്കെ ക്ലോത്ത്സിലായാലും നമുക്ക് വല്ല ആൽക്കഹോളൊക്കെ ഇട്ട് കഴുകിയാൽ പോവാൻ മതിയാവൂലേ. the substance soluble in water, soluble in kerosene and coconut oil too. അപ്പം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസും കോക്കനട്ട് ഓയിലിലും കെറോസിനിലൊക്കെ ഡിസോൾവ് ചെയ്യുമോ എന്നാണ് ചോദ്യം. ഇല്ല അല്ലേ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന എല്ലാ സാധനമൊന്നും കെറോസിനിലും കോക്കനട്ട് ഓയിലൊന്നും ഡിസോൾവ് ആകണമെന്നില്ല. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് സോൾവെൻ്റ് ആയിട്ട് ആരൊക്കെ തന്നിട്ടുണ്ട്? വാട്ടർ, കെറോസിൻ, കോക്കനട്ട് ഓയിൽ. ഈ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാൻ പോകുന്ന സൊല്യൂട്ട് ആരൊക്കെയാണ്? ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ. ക്യാംഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർപ്പൂരം കേട്ടോ. അപ്പോൾ ഈ വാട്ടർ എന്ന സോൾവെൻറ്റിൽ ഈ ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ ഇവയെല്ലാവരും ഡിസോൾവ് ആവും വാട്ടർ എന്ന സോൾവെൻറ്റിൽ. കെറോസിനിൽ ക്യാംഫർ മാത്രം, നമ്മുടെ കർപ്പൂരം മാത്രമേ ഡിസോൾവ് ആകുകയുള്ളൂ. പിന്നെ കോക്കനട്ട് ഓയിലിലും ക്യാംഫർ മാത്രമേ ഡിസോൾവ് ആവുകയുള്ളൂ. അല്ലാതെ കോക്കനട്ട് ഓയിലിൽ ഷുഗർ ഡിസോൾവ് ആവില്ല, സോൾട്ട് ഡിസോൾവ് ആവുകയില്ല, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ് ഒന്നും ഡിസോൾവ് ആവില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ അമ്മയോട് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക? അമ്മയോട് പറയാം ഇതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് തരാൻ പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യത്യാസം. ആ നേരത്ത് നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഷുഗർ ഇട്ടാൽ അത് അലിഞ്ഞ് ചേരും. കോക്കനട്ട് ഓയിലിൽ ഷുഗർ അലിഞ്ഞ് ചേരില്ല. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താണത്? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസ്, ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. നമ്മുടെ വെള്ളത്തിനൊരു കഴിവുണ്ട്. എന്താണ് ആ കഴിവ്? ഒരുപാട് സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ വാട്ടറിനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വാട്ടറിനെ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ വാട്ടറിനെ ഒരുപാട് ആളുകളെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരുപാട് സബ്സ്റ്റൻസസിനെ. മനസ്സിലായോ? നമ്മുടെ ഷുഗർ, സോൾട്ട്, അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ. നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും എന്തിനാണ് ഡിസോൾവ് ചെയ്യുന്നത്? വാട്ടറിലാണ് ഡിസോൾവ് ആവുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ വാട്ടറിനെ എന്താ വിളിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. എന്താണ് കേൾക്കുന്നില്ല? ഓക്കെ പറയൂ. എന്താണ്? യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, റൈറ്റ് മോർ എക്സാമ്പിൾസ് ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി ഡിസോൾവിങ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഈ വെള്ളത്തിൻ്റെ ഈ ഒരു കപ്പാസിറ്റി എന്താണ്? ഒരുവിധം എല്ലാവരെയും ലയിപ്പിച്ച് ചേർക്കാനുള്ള ഈ ഒരു കഴിവുണ്ടല്ലോ. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ടു വാഷ് ക്ലോത്ത്സ്, ക്ലീനിങ്, കുക്കിംഗ് ഒക്കെ നമുക്ക് നടക്കൂലേ. അപ്പോൾ അവിടെ നിങ്ങൾ എക്സാമ്പിളായിട്ട് ക്ലീനിങ്, കുക്കിംഗ് എക്സെട്ര എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഈ ടോപ്പിക്ക് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ചാപ്റ്ററിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സിങ്ക്, ഫ്ലോട്ട്, ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ പഠിക്കുക. ഏതൊക്കെ ഒബ്ജക്ട്സാണ് സിങ്ക് ചെയ്യുന്നത്, ഏതൊക്കെ ഒബ്ജക്റ്റാണ് ഫ്ലോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കുക. അതിൽ
ഏറ്റവും നിങ്ങൾ മിസ്റ്റേക്ക് വരിക തോന്നുന്നു ആ വുഡാവും അല്ലേ, മരം. അപ്പോൾ നമ്മൾ മരം എന്ന് വിചാരിക്കും, നമ്മൾ വിചാരിക്കുന്നത് ഓ നല്ല വെയിറ്റുള്ള സാധനമല്ലേ എന്ത് ചെയ്യും വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുമല്ലോ. ശരിക്കും അങ്ങനെയല്ല, എന്താണ് വുഡ് എന്ത് ചെയ്യും ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ സൊല്യൂട്ട്, സോൾവെൻ്റ്, സൊല്യൂഷൻ അതൊക്കെ ഓർത്ത് വയ്ക്കണം. പിന്നെ സോലുബിൾ, ഇൻസോലുബിൾ അല്ലേ, ഈ കാര്യങ്ങൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക പഠിക്കുക കേട്ടോ. വീഡിയോ ഓണാക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു ശീലം എന്ത് ചെയ്യണം, മാഡത്തിൻ്റെ മക്കൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.